വീണ്ടും ഒരു സംസ്ഥാന അവാർഡ് 2025 സംസ്ഥാന അവാർഡ് വരുന്ന മാസങ്ങളിൽ പ്രഖ്യാപിക്കുകയാണ്. എന്തായാലും ഒരുപാട് ചിത്രങ്ങൾ, മികച്ച ചിത്രം, മികച്ച നടൻ, മികച്ച നടി, മികച്ച തിരക്കഥ, ഇങ്ങനെയുള്ള ഒരുപാട് സെക്ഷൻ ഉണ്ടെങ്കിൽ പോലും എല്ലാവരും ആറ്റുനോറ്റി നോക്കുന്ന ഒരു സാധനം മികച്ച നടനായിരിക്കും എന്നുള്ളതാണ്. 2025 ഒരുപാട് പെർഫോമൻസ് ബേസ്ഡുള്ള ഒരുപാട് ക്യാരക്ടേഴ്സ് ചെയ്തിട്ടുണ്ട്. ഇപ്പം നമുക്ക് ഒരു 3 ക്യാരക്ടേഴ്സ്, പ്രധാനപ്പെട്ട ഒരു 3 ക്യാരക്ടേഴ്സ് നോക്കാം. അതിനകത്ത് ബേസിൽ എനിക്ക് സംസ്ഥാന സർക്കാരിൻ്റെ ഈ 2025 ജൂറി നിർണയത്തിൽ പ്രധാന പങ്കുവഹിക്കുന്ന ഒരു ചിത്രമായിരിക്കും പൊന്മാൻ. ഗംഭീര ചിത്രമാണ്. കാരണം പൊന്മാനെ നമ്മൾ വീണ്ടും വീണ്ടും കാണാൻ ആഗ്രഹിക്കുന്ന ഒരു ചിത്രവും അതിനകത്ത് ഒരു രക്ഷയില്ലാത്ത പെർഫോമൻസ് ആണ് ബേസിൽ. അതിനകത്ത് ബേസിലെ കഥാപാത്രം അജീഷ് എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ ഇടയിൽ ഒരു കഥാപാത്രമായിട്ട് തോന്നും. അയാളുടെ സങ്കടവും സന്തോഷവും അയാളുടെ മാനറസും ബേസിൽ എനിക്ക് തോന്നുന്നു ലൈഫ് ടൈമിൽ ഇത്രയും ഗംഭീരമായിട്ടൊരു കഥാപാത്രം ചെയ്തിട്ടില്ല. എന്തായാലും സംസ്ഥാന അവാർഡിന് അർഹമായ ഒരു കഥാപാത്രം തന്നെയാണ് ബേസിൽ. അങ്ങനെ കിട്ടുവാണെങ്കിൽ ബേസിന് കിട്ടുന്ന ആദ്യത്തെ സംസ്ഥാന അവാർഡും ആയിരിക്കും. എന്തായാലും നമുക്ക് ഒരു ചോയ്സിൽ എന്തായാലും ബേസിൽ ഉണ്ടെന്നുള്ളത് ഉറപ്പിക്കാം. 2, ഷൺമുഖൻ. തരുൺമൂർത്തി സംവിധാനം ചെയ്ത തുടരും എന്ന ചിത്രത്തിലെ ടാക്സി ഡ്രൈവറായിട്ടുള്ള ഷൺമുഖൻ മോഹൻലാലിന് നിറഞ്ഞാടിയ കഥാപാത്രമാണ്. ഇതിനകത്ത് ഇമോഷൻസ് ഉണ്ട്. ഈ പറഞ്ഞ പോലെ കളിയും ചിരിയൊക്കെ ഉള്ള മോഹൻലാലിന്റെ കുറേ നാളുകൾക്ക് ശേഷമുള്ള നല്ലൊരു കഥാപാത്രം. ഒരുപക്ഷെ ജൂറി അംഗങ്ങളോ അല്ലെങ്കിൽ സംസ്ഥാന അവാർഡ് കമ്മിറ്റിയോ തിരഞ്ഞെടുക്കാൻ ചാൻസ് ഷൺമുഖനെ എന്തായാലും ലിസ്റ്റിൽ ഉൾപ്പെടുത്തുമെന്നുള്ളത് ഉറപ്പാണ്. 3, എല്ലാ വർഷവും ഒരറ്റത്ത് ഒരു നടനുണ്ട്. ആ നടന് ഇങ്ങനെയൊക്കെ പറ്റത്തുള്ളൂ. എന്നോട് മത്സരിച്ച് വേണമെങ്കിൽ ജയിക്കണം. ആ ഒരു രീതിയിലൊരു നടൻ എപ്പോഴും ഒരറ്റത്ത് കാണും. അത് മറ്റാരുമല്ല, നമ്മുടെ മെഗാസ്റ്റാർ മമ്മൂട്ടി തന്നെയാണ്. അദ്ദേഹം ഈ വർഷം കൊണ്ട് 2025 കളങ്കാവൽ എന്ന് പറയുന്ന പടം, ജിതിൻ ആണ് ഇതിന്റെ സംവിധാനം ചെയ്തേക്കുന്നത്. ജിതിന്റെ ആദ്യത്തെ പടമാണ് കളങ്കാവൽ. ഇതൊരു ഓഫ് ബീറ്റ് സിനിമ പോലൊരു സിനിമയായിരുന്നു. പക്ഷേ 80 കോടിക്ക് മുകളിൽ കളക്ട് ചെയ്തു. ഇപ്പം പല സിനിമകളും നമ്മൾ ഇറങ്ങുമ്പോഴാണ് ഇങ്ങനെയുള്ള സിനിമകളൊക്കെ ഇത്രയും കളക്ട് ചെയ്തല്ലോ നമ്മൾ ആലോചിക്കുന്നത്. കാരണം അതിനകത്തെ പക്കാ വില്ലനായിട്ടുള്ള സ്റ്റാൻലി ദാസ് എന്ന് പറയുന്ന പക്കാ സൈക്കോ വില്ലനായിട്ട് മമ്മൂട്ടി നിറഞ്ഞാടിയ വേഷം അതിന് കൊടുക്കണോ, ഷൺമുഖന് കൊടുക്കണോ, ഇനിയും ബേസിൽ പൊന്മാനിലെ അജീഷിന് കൊടുക്കണോ എന്നതുള്ളതൊക്കെ ആയിരിക്കും. ഇനി ഒരുപാട് കഥാപാത്രങ്ങൾ വേറെയും കാണും, നമ്മൾ അറിയാത്ത ഒരുപാട് കഥാപാത്രങ്ങൾ കാണും. എന്തായാലും നിങ്ങളുടെ കമൻസ് കൊടുക്കുക, ആർക്കായിരിക്കും മികച്ചതാണുള്ള അവാർഡ് കൊടുക്കുക.